വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ചായ ഇട്ട് കുടിക്കുന്ന പതിവുണ്ടേ. നല്ല ടയേർഡായിട്ടാണ് ഓഫീസിൽ നിന്ന് തിരിച്ച് വരുന്നത്. അപ്പം ആ ഒരു ചായ കുടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനർജി ഫീൽ ചെയ്യും. രാത്രിയുള്ള പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യാനും അത് നല്ല ഒരു ഹെൽപ്ഫുള്ളാണ് എനിക്ക്. ചില ദിവസങ്ങളിൽ വിശപ്പും ക്ഷീണവും ഭയങ്കര കൂടുതലായിരിക്കും. ചായ ഇട്ട് കുടിക്കാനുള്ളൊരു എനർജി പോലും ഉണ്ടാവില്ല. എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ രാവിലത്തെ ഒരു ഗ്ലാസ് ചായ ബാക്കി ഉണ്ടാവേ, അത് മൈക്രോവേവിൽ ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത്. അതിന് വലിയ ടേസ്റ്റൊന്നും കാണില്ല, രാവിലെ ഇട്ട് വെച്ചിട്ട് പോകുന്നതല്ലേ. പക്ഷേ എങ്കിലും അത്യാവശ്യം കുടിച്ചു എന്ന് വരുത്താമല്ലോ, അത്ര തന്നെ. ചായയുടെ കൂടെ സ്നാക്സ് കഴിക്കുന്ന പതിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ചില ദിവസങ്ങളിൽ ഞാൻ കഴിക്കും. ഇത് ഈ പാലുകടയിൽ തന്നെ മേടിക്കാൻ കിട്ടും. അപ്പം ആ സമയത്ത് തന്നെയാണ് സ്നാക്സും കൂടെ മേടിക്കുന്നത്. കൂടുതലും സേവറി സ്നാക്സാണ് എനിക്കിഷ്ടം. പക്ഷേ ഇന്ന് എനിക്ക് കേക്ക് കഴിക്കാൻ തോന്നി. അവിടെ നല്ല കപ്പ് കേക്ക് ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇന്ന് അത് തീർന്നു പോയത്രേ. പകരം പുള്ളി എനിക്ക് ഓഫർ ചെയ്തത് ഇതാണ്, ടീ റസ്ക് ആണ് ഇത്. ഇത് നോർമലി ഉള്ള ആ ഡ്രൈ ആയിട്ടുള്ള ഐറ്റം അല്ല, ഇച്ചിരി മധുരമൊക്കെ ഉള്ളൊരു സോഫ്റ്റ് സംഭവമാണ്. ചായയിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറേ നാളായി മേടിച്ചിട്ട്, എന്ന് വെച്ചാൽ ഈ ഇടയ്ക്കൊന്നും കണ്ട് ഒരു ഓർമ്മയില്ല. പക്ഷേ പുള്ളി ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു ശരി എന്നാൽ മേടിച്ചേക്കാന്ന്. അങ്ങനെ അതും കൊണ്ടാണ് വന്നത്. പിന്നെ ബാക്കി ചെറിയ ചെറിയ അടുക്കി പറക്കലൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തു. ചായ ഇടുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്ത കാരണം ഇടയ്ക്ക് തന്നെ ഒരു റസ്ക് അകത്താക്കി. കാരണം നല്ല ക്ഷീണവും വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ടത്തേക്ക് അപ്പവും മുട്ടക്കറിയും വെക്കാമെന്ന് ഓർത്തേ. അപ്പത്തിൻ്റെ മാവ് ബാക്കിയിരിപ്പുണ്ട്, കറി തീർന്നു. അപ്പോൾ എന്തായാലും ഒരു പുതിയ കറി വെക്കണം. അത് കാരണം ഈ ചായ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുട്ട പുഴുങ്ങാനുള്ള വെള്ളവും ഇട്ടു. അത് തിളച്ച് വന്നപ്പം പുഴുങ്ങാനുള്ള മുട്ട അതിലേക്ക് ഇട്ടു. ഇതിൻ്റെ കൂടെ തന്നെ മുട്ട പുഴുങ്ങുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ. കാരണം പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുട്ടക്കറി തന്നെ മതിയോ എന്നുള്ളൊരു റീതിങ്കിങ് വരില്ലല്ലോ. അപ്പോൾ അതുവഴി അങ്ങ് ആ വണ്ടി അങ്ങ് ഓടിക്കോളും. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണേ. അങ്ങനെ 2 ഗ്ലാസ് ചായ ഇട്ടു. എന്നിട്ട് എൻ്റെ ചായയും കൊണ്ട് ഞാൻ പോയിരുന്ന് കഴിക്കാൻ തുടങ്ങി. സോറി, ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് എൻ്റെ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണേ. ഞാനൊരു ഫുൾ ടൈം വർക്കിംഗ് ലേഡിയാണ്. ഈവനിങ് 7 o'clock വീടെത്തുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞ് ഉടനെയുള്ള എൻ്റെ ഒരു ഈവനിങ് റുട്ടീനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഒരു ദിവസം കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഒരു മൊമെൻ്റാണ് ഈ വൈകുന്നേരം വന്നിട്ടുള്ള ചായ കുടി. റിലാക്സ് ചെയ്തിട്ടിരുന്ന് ഒരു ധൃതിയില്ലാതെ സമാധാനമായിട്ട് ചൂട് ചായയും അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കൂടെ കഴിക്കുന്ന ആ ചെറിയ സമയമുണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ദൂഷ്യവശം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ ഇരിപ്പ് കുറച്ച് നേരം അങ്ങ് നീണ്ടുപോകും. അങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ റുട്ടീൻ എല്ലാം ബാധിക്കും. പിന്നെ എല്ലാം ഡിലേ ആവും. എനിക്ക് മിക്ക ദിവസവും അങ്ങനെ സംഭവിക്കാറുണ്ട്. എങ്കിലും ഞാനിത് വേണ്ടെന്ന് വയ്ക്കാറില്ല. ഇതാണ് ഞാൻ മേടിച്ച സ്നാക്സ്, ടീ റസ്ക്. ഇതിൻ്റെ വില എനിക്ക് അറിയില്ല, അതിൻ്റെ പുറത്ത് ലേബലും കണ്ടില്ല. അപ്പോഴേക്കും മുട്ടയും റെഡിയായി. മുട്ടയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു, തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടു. ഇനി പോയി ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കണം. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.